പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 5 മുതൽ 6 വരെ തിരുവചന ഭാഗങ്ങൾ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. കഷ്ടതയുടെ നാളുകളിൽ നമുക്ക് അഭയമായി തൻ്റെ കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിക്കുന്ന, ബലഹീനരായ നമ്മെ ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന കർത്താവിൻ്റെ അനന്തമായ സ്നേഹമാണ് ഈ തിരുവചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. പഴയ നിയമ ചരിത്രം പരിശോധിച്ചാൽ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും താമസിച്ചിരുന്നത് തീർത്ഥാടകരെ പോലെ താൽക്കാലിക കൂടാരങ്ങളിലായിരുന്നു. ദൈവം ഒരുക്കിയ നിത്യമായ ഭവനം പ്രതീക്ഷിച്ചുകൊണ്ട് കൂടാരങ്ങളിൽ അവർ ഇടം തേടി. തന്നെ സ്നേഹിക്കുന്നവരെ എപ്പോഴും കൂടാരത്തിന് കീഴിൽ ഒളിപ്പിക്കുവാനാണ് കർത്താവ് ഇഷ്ടപ്പെടുന്നത്. കാരണം വേറൊന്നുമല്ല, അവരുടെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കണം എന്ന് കർത്താവിന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ കേട്ട തിരുവചനത്തിൽ ഉയർന്നു നിൽക്കുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്: ഉയർന്ന പാറയും ഉയർന്ന ശിരസും. ഉയർന്ന പാറയുടെ മേൽ നമ്മെ നിർത്തുന്ന ദൈവം തന്നെ ശത്രുക്കളുടെ മുമ്പിൽ നമ്മെ ശിരസ് ഉയർത്തി നിർത്തും. നമ്മുടെ ശിരസ് ഉയർന്നു നിൽക്കുവാൻ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ അപമാനിതരാക്കുവാൻ വിട്ടുകൊടുക്കാതെ ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ഒളിപ്പിക്കുന്നത് പോലെ അവിടുന്ന് നമ്മെയും തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്ന മാനസിക സമ്മർദ്ദങ്ങളെ നമുക്ക് കൊടുക്കാം. കുടുംബ അന്തരീക്ഷത്തെ ഈശോയ്ക്ക് നൽകാം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. ഈശോയുടെ കൂടാരത്തിൽ നമുക്കെപ്പോഴും അഭയം ഉണ്ടെന്ന് ഓർക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.